friends, welcome back to Cinema Explainer. ഇന്ന് നമ്മൾ 2023 പുറത്തിറങ്ങിയ ജാതീശ്വർ എന്ന ബംഗാളി വെബ് സീരീസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സീരീസിലേക്ക് കടക്കാം. സീരീസിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ ഒരു ദുരൂഹ വ്യക്തി രാത്രി സമയത്ത് ഒരു കൊച്ചു പെൺകുട്ടിയെ ഏതോ ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകുന്നതും അവിടെ മണ്ണൊക്കെ കുഴിച്ച് ആ കുട്ടിയെ കുഴിച്ചിടുന്നതുമാണ് കാണിക്കുന്നത്. ആ പെൺകുട്ടി ആരാണ്, ആ വ്യക്തി ആരാണ് എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് ഇവിടെ പ്രസന്റിലേക്ക് കഥ വരികയാണ്. കൊൽക്കത്തയ്ക്ക് അടുത്തുള്ള ഒരു വലിയ ഗ്രാമമാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തിൽ ഒരു വലിയ ബംഗ്ലാവ്. ഇതാ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ, ഇവനാണ് നമ്മുടെ സീരീസിലെ ഹീറോ. തൻ്റെ കുടുംബത്തോടൊപ്പം ആ ബംഗ്ലാവിലിരുന്ന് ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണട വെച്ചിരിക്കുന്ന ഇവര് നായകൻ്റെ അമ്മയാണ്. ചായ കുടിക്കുന്ന ആൻറ്റിയാണ് നമ്മുടെ നായകൻ്റെ ഇളയമ്മ. അവിടെയുള്ള ആ രണ്ട് കൊച്ചുകുട്ടികൾ ഈ ഇളയമ്മയുടെ മക്കളാണ്, നായകൻ്റെ അനിയത്തിമാരാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നായകൻ്റെ അച്ഛൻ അവിടേക്ക് വരുന്നത്. എന്താ ഇവിടെ എല്ലാവരും അടിച്ചു പൊളിക്കുകയാണോ? നമ്മൾ ഈ നാട്ടിലേക്ക് കുടുംബസമേതം വന്നത് എന്തിനാ? നാട്ടിൽ പുതിയൊരു ഫാക്ടറി തുടങ്ങണം, അതിനുള്ള ജോലികൾക്കല്ലേ വന്നത്. നായകൻ്റെ പേര് ഗൗതം എന്നാണ്. എടാ ഗൗതം, പോയി ആ ഫാക്ടറിയുടെ കാര്യങ്ങളൊക്കെ നോക്കടാ എന്ന് പറഞ്ഞ അച്ഛൻ ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. ആ വീട്ടിൽ ഒരു വേലക്കാരി അമ്മയുണ്ട്. അവർ കുറച്ച് ഇളനീരൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുകയാണ്. ഇതൊക്കെ എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പഴയ അമ്പലം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് കൊണ്ടുവന്നത് എന്ന് പറയാണ്. അവരുടെ നാട്ടിലുള്ള ആ പഴയ അമ്പലം പല വർഷങ്ങളായി പൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളെങ്ങനെ അതിനകത്ത് കയറി എന്നവർ ചോദിക്കുമ്പോൾ ഇന്ന് പൗർണമിയല്ലേ, പൗർണമി ദിവസം മാത്രം അമ്പലം തുറന്ന് പ്രത്യേക പൂജകൾ ചെയ്തതിന് ശേഷം പൂജാരി അത് പൂട്ടിവെക്കും. അങ്ങനെ പോയ സമയത്താണ് കൊണ്ടുവന്നത് എന്നവർ പറയുന്നു. അങ്ങനെ ആ നാട്ടിലുള്ള അമ്പലത്തെ ചുറ്റിപ്പറ്റി തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കട്ട് ചെയ്താൽ പിന്നെ നമ്മുടെ നായികയാണ് കാണിക്കുന്നത്. ഇവളുടെ പേര് മോണിക്ക. ഇവളിപ്പോൾ കൊൽക്കത്തയിൽ നിന്നും നമ്മുടെ നായകനുള്ള അതേ ഗ്രാമത്തിലേക്ക് അവിടെ ഒരു പഴയ അമ്പലത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, ആ അമ്പലത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നായിക മോണിക്ക ഒരു ജേർണലിസ്റ്റാണ്. ഈ അമ്പലത്തിൽ ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പല വർഷങ്ങളായി ഈ അമ്പലം പൂട്ടി തന്നെ വെച്ചിരിക്കുന്നത്. പൗർണമിക്ക് മാത്രമേ തുറക്കാറുള്ളൂ. അതൊക്കെ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ഇവർ ഈ ഗ്രാമത്തിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ കാറിൽ വരുന്ന വഴിക്ക് തൻ്റെ അമ്മയെ ഫോൺ വിളിച്ചിട്ട് ഈ ജോലി കഴിഞ്ഞ് നാട്ടിൽ വന്ന ഉടനെ എനിക്കൊരു ചെറുക്കനെ നോക്കിക്കോ, അതുവരെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൾ ടാക്സിയിൽ വരുന്നത്. ഇപ്പോൾ ആ നാട്ടിലുള്ള പഴയ അമ്പലം കാണിക്കുന്നു. അവിടെ ഒരു പൂജാരി പൂജ കഴിഞ്ഞു, ഇനി എല്ലാവരും വീട്ടിലേക്ക് പൊക്കോളൂ, അമ്പലം അടുത്ത പൗർണമി വരെ അടച്ചിടാൻ പോവാണ് എന്ന് പറയുന്നു. ആളുകളും ഭക്തിയോടെ അവിടെ നിന്നും മടങ്ങുന്നു. ഇവിടെ നമ്മുടെ നായിക കാറിൽ പൊക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈവർ ഒരു കുറുക്ക് വഴിയിലൂടെ പോവാണ്. ആ കുറുക്ക് വഴി ഈ ഗ്രാമത്തിലൂടെ തന്നെയാണ് പോകുന്നത്. എന്തിനാ ഈ വഴിയിലൂടെ പോകുന്നത് എന്ന് നായിക ചോദിക്കുമ്പോൾ ചായക്കടയിൽ നിന്നാണ് ഈ വഴി പോകാൻ പറഞ്ഞതെന്നും ഇതാണ് കുറച്ചുകൂടി അടുത്ത വഴി എന്നും അയാൾ പറയുന്നുണ്ട്. ആ വഴിയിലൂടെ പോകുന്തോറും നമ്മുടെ നായികയ്ക്ക് എന്തൊക്കെയോ പോലെ ആവുന്നുണ്ട്. അവൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. പെട്ടെന്ന് ഇടത്തേക്ക് തിരിക്കുക എന്നവൾ പറയാണ്. കാർ ഇടത്തേക്ക് തിരിഞ്ഞു പോവാണ്. ആ വഴി അവസാനിക്കുന്നത് ഒരു വലിയ ബംഗ്ലാവിലാണ്. അത് നമ്മുടെ നായകൻ്റെ ബംഗ്ലാവാണ്. അതിനടുത്തേക്ക് എത്തുന്തോറും നായികയ്ക്ക് എന്തൊക്കെയോ അനുഭവപ്പെടുകയും അവൾ ആ ബംഗ്ലാവിൻ്റെ പടിക്കൽ വെച്ച് തന്നെ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. ബംഗ്ലാവിനുള്ളിലുള്ള നായകൻ്റെ കുടുംബത്തോട് ഒരു വേലക്കാരി വന്നിട്ട് പടിക്കൽ ഒരു പെൺകുട്ടി ബോധം കെട്ട് കിടപ്പുണ്ടെന്ന് പറയാണ്. അവർ പരിഭ്രാന്തരായി അവിടേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആ പെൺകുട്ടി നമ്മുടെ നായകൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതെ, സാക്ഷാൽ മോണിക്ക. മോണിക്ക, നീ എന്താണ് ഇവിടെ ചെയ്യണേ? എഴുന്നേക്ക് എന്ന് പറഞ്ഞ് അമ്മേ, ഇവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഇവൾ എങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നായികയെ എടുത്തുകൊണ്ട് അവനകത്തേക്ക് വരുന്നു. അതൊരു ബംഗ്ലാവ് ആയതുകൊണ്ട് അവിടെ ഒരുപാട് മുറികളുണ്ട്. അങ്ങനെ ഒരു മുറിയിൽ മോണിക്കയെ വിശ്രമിക്കാൻ കിടത്തുകയും ഡോക്ടറെ വിളിച്ച് കാണിക്കുകയും ചെയ്യുന്നു. അവളും എഴുന്നേറ്റ് വളരെ വിചിത്രമായി ആ സ്ഥലത്തേക്ക് നോക്കാണ്. എടാ ഗൗതം, നീ ഇവിടെയാണോ ഉള്ളത്? ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാറിൽ വരുന്നവരെ ഓർമ്മയുണ്ട്, അതിനുശേഷം ഏതോ ഒരു എനർജിയാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നവൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും അതിശയത്തോടെ നോക്കുന്നു. അടുത്തുള്ള ഡോക്ടർ രാത്രി നന്നായി ഉറങ്ങാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചു നാളായിട്ട് ശരിക്കും ഉറങ്ങാറില്ലെന്നും ജോലിയുടെ സ്ട്രെസ് കാരണമാണ് ഇങ്ങനെ അനുഭവപ്പെട്ടതെന്നും അവൾ പറയുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നന്നായി ഉറങ്ങ്, വിശ്രമിക്ക്, എല്ലാം ശരിയാവും എന്ന് ഡോക്ടർ പറയുന്നു. നായകൻ നായികയോട് തൻ്റെ വീട്ടിൽ തന്നെ നിന്ന് കുറച്ചു നാൾ വിശ്രമിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് അന്ന് അവിടെ തന്നെ താമസിപ്പിക്കുന്നു. എന്നാൽ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. കൊൽക്കത്തയിലായിരുന്നപ്പോൾ നമ്മുടെ നായകനും നായികയും ലിവിങ് ടുഗദറിലായിരുന്നു. അതെ, അവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു, ഒന്നിച്ചായിരുന്നു താമസം. ഈ വിവരം നായകൻ്റെ അനിയത്തിമാർക്കൊക്കെ അറിയാം. നമ്മുടെ ചേട്ടൻ ഇവരെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നുണ്ട്, അതിനാണ് ചേച്ചി ഇങ്ങോട്ടേക്ക് വരുത്തിയത്, ഇതൊക്കെ ഇവരുടെ പ്ലാൻ ആയിരിക്കും എന്നൊക്കെ അനിയത്തിമാർ അവരുടെ അമ്മയോട്, അതായത് നായകൻ്റെ ഇളയമ്മയോട് പറയുന്നുണ്ട്. എന്നാൽ സത്യത്തിൽ നായിക ഈ പ്ലാനോടെ വന്നതല്ല. വാസ്തവത്തിൽ ഇവർ ലിവിങ് ടുഗദറിലായിരുന്ന സമയത്ത് തന്നെ നായകൻ അവളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, കുടുംബത്തിലുള്ള എല്ലാവരും നാട്ടിലെ ബംഗ്ലാവിലേക്ക് വരണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ഫാക്ടറി തുടങ്ങുന്ന കാര്യമാണ്, അതിനായി കുടുംബം മുഴുവനും അവിടെയാണ് ഉണ്ടാവുക, എനിക്ക് പോയേ തീരൂ. അങ്ങനെ ഒരാഴ്ചത്തെ സമയം ചോദിച്ചുകൊണ്ടാണ് നായകൻ അവിടെ നിന്നും പോകുന്നത്.
കുടുംബം ഒന്നിക്കുന്ന സമയത്ത് നമ്മുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സംസാരിക്കാം എന്നൊക്കെ നായികയോട് പറഞ്ഞിട്ടാണ് അവൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ഇപ്പോഴത്തെ ദുരൂഹത എന്താണെന്നാൽ നായകന്റെ നാട്ടിലെ വീട് എവിടെയാണെന്ന് നായികയ്ക്ക് അറിയില്ല എന്നതാണ്. എന്നിട്ടും അവിചാരിതമായി ഏതോ ഒരു എനർജി വഴി അവൾ ഇവിടേക്ക് കൊണ്ടുവരപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകാത്തത്. രാത്രി എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നായിക അവിടേക്ക് വരുന്നു. നായകന്റെ മനസ്സിലും ഒരു പ്ലാൻ ഉണ്ട്. ഇവളെന്തായാലും വന്നല്ലോ, എങ്ങനെയെങ്കിലും വീട്ടുകാരുടെ മുന്നിൽ നല്ല പേരെടുത്തിട്ട് നമ്മുടെ പ്രണയകാര്യം അവതരിപ്പിക്കാം. എന്നാൽ നായിക അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ ഒരു ചുമരിലേക്ക് തന്നെ നോക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേക്കാണ്. തൻ്റെ മുടി വിരലിൽ ചുറ്റിക്കൊണ്ട് വല്ലാത്തൊരു നോട്ടത്തോടെ അവൾ ചോദിക്കുന്നുണ്ട്, ഈ ചുമരിൽ ഒരു മാനിന്റെ തല ഉണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്ന കത്തികളൊക്കെ എവിടെ പോയി? ഇത് ആ കുടുംബത്തിലുള്ള എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. എന്താ ഈ പെൺകുട്ടി പെട്ടെന്ന് ഇങ്ങനെ അസാധാരണമായി പെരുമാറുന്നത് എന്നോർത്ത് അവരും അല്പം പരിഭ്രാന്തരാവുന്നു. അപ്പോൾ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ചുവന്ന ഡ്രസ്സിട്ട ഒരു കൊച്ചു പെൺകുട്ടി ഏകദേശം 20 വർഷം മുമ്പ് ഇതേ വീട്ടിൽ ഉണ്ടായിരുന്നത് പോലെയും അന്ന് അവിടെ ഉണ്ടായിരുന്ന മാനിന്റെ തലയും കത്തികളും അത്ഭുതത്തോടെ നോക്കുന്നതുമായിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് അവിടെ വരുന്നത്. ആ ഫ്ലാഷ് ബാക്കിൽ ഒരു വേലക്കാരൻ വരുന്നുണ്ട്. അതേ വേലക്കാരൻ തന്നെയാണ് ഇപ്പോഴും നായകന്റെ കുടുംബത്തിലെ ജോലിക്കാരൻ. അയാളും നായികയുടെ ഈ പെരുമാറ്റം കണ്ടിട്ട് എന്താ ഈ പെൺകുട്ടി തിരികെ വന്നോ എന്നോർത്ത് ഭയന്നു പോവാണ്. ആ പെൺകുട്ടിക്കും നായികയ്ക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ വേലക്കാരൻ എന്തിനാണ് ഭയക്കുന്നത് എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. നായകൻ നായികയുടെ അടുത്ത് വന്നിട്ട് നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് സമനിലയിലേക്ക് വരുന്നു. ഞാനിപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയില്ല എന്ന് പറഞ്ഞ് തല കറങ്ങി അവിടെ വീഴാൻ പോകുന്നു. അവൾ കുറച്ച് ടെൻഷനിലാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അകത്തേക്ക് കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് നായകൻ അവളെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. നായകന്റെ കുടുംബത്തിനും ചെറിയൊരു ആശയക്കുഴപ്പം തോന്നുന്നുണ്ട്. ഈ പെൺകുട്ടി ആദ്യമായിട്ടാണ് ഈ ബംഗ്ലാവിലേക്ക് വരുന്നത്. എന്നാൽ 20 വർഷം മുമ്പ് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഈ ബംഗ്ലാവിലെ ചുമരിൽ മാനിന്റെ തല വച്ചിരുന്നുവെന്നും കത്തികൾ ഉണ്ടായിരുന്നുവെന്നും ഒക്കെ ഇവൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന സംശയമാണ് അവർക്കുള്ളത്. ഇവിടെയുള്ള വേലക്കാരൻ ഈ സംഭവങ്ങളെല്ലാം കണ്ട് ഭയന്ന് വിറക്കുകയാണ്. ആ പെൺകുട്ടി തിരികെ വന്നോ, അവൾ തിരികെ വന്നോ എന്ന് പറഞ്ഞ് അവിടെയുള്ള മറ്റൊരു വേലക്കാരിയോട് അയാൾ പേടിയോടെ പറയുന്നു. ഇവിടെ നായകന്റെ അമ്മയാണ് കാണിക്കുന്നത്. അവർക്ക് വീട്ടിൽ വന്ന നായിക മോണിക്കയെ തീരെ പിടിച്ചിട്ടില്ല. നായകൻ മോണിക്കയെ പ്രണയിക്കുന്ന കാര്യം നായകന്റെ ഇളയമ്മ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കാര്യം നായകന്റെ അച്ഛനോടും പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയൊക്കെ മിഡിൽ ക്ലാസ്സുകാരിയാണ്, നമ്മളൊക്കെ പരമ്പരാഗതമായി പണക്കാരായി ജീവിക്കുന്നവരാണ്, ഇങ്ങനെയുള്ളവരെ നമ്മുടെ വീട്ടിൽ മരുമകളായി കയറ്റിയാൽ ഒട്ടും ശരിയാവില്ല, കുടുംബം തന്നെ കുളമാവും, കണ്ടില്ലേ വന്ന അന്ന് തന്നെ അവൾ എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതെന്ന്, അവൾ എത്രയും വേഗം ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണം എന്ന് നായകന്റെ അമ്മ അച്ഛനോട് പറയുന്നു. അപ്പോൾ അച്ഛൻ ആ പെൺകുട്ടി ഏതോ അമ്പലത്തിന്റെ ഫോട്ടോ എടുക്കാൻ വന്നതാണ്, ആ ജോലി തീരുന്നവരെ ഇവിടെ നിൽക്കട്ടെ, അതിനുശേഷം പറഞ്ഞു വിടാമെന്ന് പറയാണ്. ഇവിടെ നായകൻ നായികയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ സഹോദരിമാരും അവിടേക്ക് വരികയാണ്. അതിലൊരു സഹോദരി വ്ളോഗറാണ്. നമുക്ക് ബംഗ്ലാവിന് ചുറ്റും ഒരു വ്ളോഗ് എടുത്താലോ, ബംഗ്ലാവിൽ പല മുറികളും പൂട്ടിയിട്ടിരിക്കുകയാണ്, വാ നിങ്ങൾക്ക് ബംഗ്ലാവ് ചുറ്റി കാണിക്കാം എന്ന് പറഞ്ഞ് നായികയും കൂട്ടിക്കൊണ്ടുപോവാണ്. അവിടെ മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ട്. ഈ ബംഗ്ലാവിന് ഒരു ഡ്രോയിങ് റൂം ഉണ്ട്, അത് വലതുവശത്താണെന്ന് വ്ളോഗ് എടുക്കുന്ന കുട്ടി പറയുന്നുണ്ട്. എന്നാൽ നായിക ഇടപെട്ട് അത് ഇടതുവശത്തല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നായകൻ ഞെട്ടിപ്പോവാണ്. ഇപ്പോൾ ആ ഡ്രോയിങ് റൂം വലതുവശത്താണ്. എന്നാൽ 20 വർഷം മുമ്പ് താൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവൾ പറഞ്ഞതുപോലെ ഇടതുവശത്തായിരുന്നു. അത് നിനക്ക് എങ്ങനെ അറിയാം എന്ന് നായകൻ ചോദിക്കുകയാണ്. എനിക്ക് അത് മാത്രമല്ല അറിയാവുന്നത്, ഈ റൂമിൽ ഒരു വലിയ ടേബിൾ ഉണ്ടായിരുന്നു, ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു, ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഫ്ലാഷ് ബാക്കിൽ വരുന്നത് പോലെ നായിക പറയുന്നു. ഇതൊക്കെ കേൾക്കുന്തോറും ഇവരെല്ലാവരും ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. മറുവശത്ത് ഓപ്പണിംഗ് സീനിൽ ഒരു പെൺകുട്ടിയെ കുഴിച്ചു മൂടുന്നതായി കാണിച്ചില്ലേ, ആ പെൺകുട്ടി കുഴിയിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ഈ വീട്ടിലെ വേലക്കാരൻ്റെ അടുത്ത് വന്നിരിക്കുന്നതായി അയാൾ സങ്കല്പിക്കുന്നു. ഈ വേലക്കാരൻ വലിയ ഭയത്തിലാണ്. രാത്രി ഉറങ്ങാൻ കഴിയാതെ ഒരു ടോർച്ചും എടുത്ത് ആ പഴയ അമ്പലത്തിനകത്ത് പോയി അയാൾ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. നായകന്റെ അച്ഛനും അമ്മയും പടികൾ കയറി അവരുടെ മുറിയിലേക്ക് പോകുമ്പോൾ നായകന്റെ അമ്മ എപ്പോഴും ഒരു വുളൻ ത്രെഡ് ഉപയോഗിച്ച് സ്വെറ്റർ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അറിയാതെ ആ വുളൻ ത്രെഡ് താഴെ വീഴുന്നു. അത് നമ്മുടെ നായിക വന്നെടുക്കുന്നു. അതെടുത്തിട്ട് അത് വിരലിൽ ചുറ്റിക്കൊണ്ട് ആദ്യം നൂല് ചുറ്റണം, അതിനുശേഷം സൂചി കൊണ്ട് സ്വെറ്ററിൽ കുത്തണം, 3 കുരുക്കുകൾ ഇടണം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ആ വുളൻ ത്രെഡ് അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ അവർക്ക് വലിയൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. കാരണം 20 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ കുടുംബമായി കഴിഞ്ഞിരുന്ന സമയത്ത് അവിടെ ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ഈ കുടുംബത്തിലെ ഒരാളായി നിന്ന് കുട്ടികൾക്കൊപ്പം കളിച്ച് നടന്നിരുന്നു. അപ്പോൾ നായകന്റെ അമ്മയോട് ഈ സ്വെറ്റർ തുന്നുന്നത് എങ്ങനെയാണ് എന്ന് അവൾ പഠിക്കുന്നുണ്ടായിരുന്നു. അന്ന് അമ്മ പറഞ്ഞു കൊടുത്ത വാക്കുകളാണ് ഈ ഉളൻ ത്രെഡ് ചുറ്റണം, സ്വെറ്ററിൽ കുത്തണം എന്നത്. ആ പെൺകുട്ടി ചെറുപ്പത്തിൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. എന്നാൽ ആ പെൺകുട്ടി ഇപ്പോൾ ഇല്ല. അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒരു രഹസ്യമാണ്. അതെന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. എന്നാൽ ആ കൊച്ചു പെൺകുട്ടി എങ്ങനെയാണോ പെരുമാറിയത് അതേ രീതിയിൽ തന്നെ നമ്മുടെ നായിക പെരുമാറുന്നത് കണ്ട് ഇവർക്ക് ഭയങ്കരമായി പേടിയാവുന്നുണ്ട്. മറുവശത്ത് നാട്ടിലെ ചില പോലീസുകാരെ കാണിക്കുന്നു. ഈ നാട്ടിലുള്ള തെളിയിക്കപ്പെടാത്ത ഒരു കേസിനെ കുറിച്ച് അവർ സംസാരിക്കുകയാണ്. ഏതൊരു കൊച്ചു പെൺകുട്ടിയെ കാണാതായത്രേ, പല വർഷങ്ങളായിട്ടും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല.
അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ വന്ന കാര്യം നോക്കാമെന്ന് കരുതി നായിക പഴയ അമ്പലത്തിൽ വന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ അവിടേക്ക് ഒരു ചെറിയ ആൺകുട്ടി വരുന്നുണ്ട്. ചേച്ചി, ഈ അമ്പലത്തിനകത്തൊന്നും വരാൻ പാടില്ല. എന്താ മോനെ അങ്ങനെ പറയുന്നത്? അതെ ചേച്ചി, ഈ അമ്പലത്തിൽ വന്നാൽ ഇവിടുത്തെ സ്വാമി നിങ്ങളെ വെറുതെ വിടില്ല, നിങ്ങൾക്ക് ശാപം കിട്ടും, വേഗം ഇവിടെ നിന്ന് പൊക്കോ എന്നവൻ പറയാണ്. ഈ അമ്പലത്തിൽ എന്ത് ദുരൂഹതയാണുള്ളതെന്ന് നായികയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല. നായകന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീട്ടിലെല്ലാവരും ഇരുന്ന് ബ്രെഡ് കഴിക്കുകയാണ്. നിനക്ക് വേണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നായികയുടെ മുഖം മാറുന്നു. ഞാൻ എത്ര ബ്രെഡ് കഴിച്ചാലും റെനു ആൻറ്റി ഉണ്ടാക്കുന്ന ബ്രെഡ് പോലെ ആവൂ, അത് എത്ര ടേസ്റ്റ് ആണെന്ന് അറിയാമോ എന്ന് പറഞ്ഞ് റെനു ആൻറ്റി എന്നൊരു ആൻറ്റിയെ കുറിച്ച് അവൾ പറയുന്നു. ആ ആൻറ്റിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നായകന്റെ വീട്ടുകാരുടെ എല്ലാം മുഖം മാറുന്നു. അവരാരാണെന്ന് നായകൻ ചോദിക്കുമ്പോൾ 20 വർഷം മുമ്പ് നമ്മുടെ കുടുംബത്തിൽ ഒരു സുഹൃത്തായി അവരുണ്ടായിരുന്നു. പക്ഷേ അത് നിനക്ക് തന്നെ ഓർമ്മയില്ലാഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് എങ്ങനെ ഓർമ്മ വന്നു എന്നോർത്ത് കുടുംബക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ നായകന്റെ അച്ഛനും അമ്മയും ആ വേലക്കാരനെ വിളിച്ചിട്ട് റെനു ആൻറ്റിയെ കുറിച്ച് ആരെങ്കിലും ഈ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് സംസാരിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നു. അയ്യോ, എനിക്കൊന്നും അറിയില്ല, എനിക്ക് സ്വസ്ഥമായി ഈ വീട്ടിൽ നിൽക്കാൻ തന്നെ കഴിയുന്നില്ല, ഭയങ്കര പേടിയാവുന്നുണ്ട്, എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ് അയാൾ പൊട്ടിക്കരയുന്നു. ഇപ്പോൾ നായകൻ നായികയെ കാണാമെന്ന് കരുതി അവളുടെ മുറിയിൽ വരുമ്പോൾ അവിടെ അവളെ കാണാനില്ല. എന്താണ് സംഭവിച്ചതെന്ന് ഭയന്ന് അയാൾ എല്ലാ മുറികളിലും തിരയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ബംഗ്ലാവിന്റെ നടുവിലുള്ള ഹാളിൽ നായകൻ നിൽക്കുകയാണ്. കയ്യിൽ മുടി ചുറ്റിക്കൊണ്ട് ചുമരിന് അഭിമുഖമായി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ശ്രദ്ധിച്ച നായകൻ അവളുടെ അടുത്ത് വന്നിട്ട് നിനക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ്. ഇല്ല, എൻ്റെ പാവയെ കാണുന്നില്ല, അത് അന്വേഷിക്കുകയാണ് എന്ന് നായിക പറയുന്നു. പാവയോ? എന്തു പാവ എന്ന് ചോദിക്കുമ്പോൾ അവൾ പതുക്കെ നടന്നു പോകുന്നു. അടുത്ത് തന്നെ ഒരു ഭരണി പോലത്തെ പാത്രമുണ്ട്, അതിനകത്ത് കൈയിടുമ്പോൾ ഒരു പാവയുണ്ട്. ഇതാ ആ പാവയാണ് ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നത് എന്ന് അവൾ പറയുന്നു. 20 വർഷം മുമ്പ് ആ കൊച്ചു പെൺകുട്ടിയും ഇതേ പാവ തന്നെയാണ് കയ്യിൽ വെച്ചിരുന്നത്. ഇപ്പോൾ അതേ പാവയെ നായികയും എടുത്തത് കണ്ട് ഇവളെ ഏതോ ഒരു അദൃശ്യ ശക്തിയാണ് നിയന്ത്രിക്കുന്നതെന്ന് ആ കുടുംബത്തിലുള്ളവർ ഉറപ്പിക്കുന്നു. നായകൻ, നിന്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് അപർണ എന്ന് അവൾ പറയുന്നു. ഹേ മോണിക്ക, നീ എന്താ ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്നെ ആരോ കൊന്നു കളഞ്ഞു, എൻ്റെ പാവ എടുക്കാൻ ഞാൻ തിരികെ വന്നതാണ് എന്നൊക്കെ അവൾ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആ കുടുംബക്കാരുടെ എല്ലാവരുടെയും തല പുകയുന്നു. വീട്ടിലെ വേലക്കാരൻ ടേബിൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ കയ്യിൽ ഒരു മുറിവ് പോലെയുണ്ട്, ഏതോ നഖം കൊണ്ടതുപോലുള്ള മുറിവ്. അത് നായിക കണ്ടിട്ട് എന്താ ഈ മുറിവ്, ഇതുവരെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് വേലക്കാരൻ ഭയങ്കരമായി പേടിക്കുന്നു. ഇതെല്ലാം നായകന്റെ ഇളയമ്മയും കാണുന്നുണ്ട്. 20 വർഷം മുമ്പ് ഇളനീർ വെട്ടുന്ന സമയത്ത് ഈ വേലക്കാരന്റെ കൈക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിലൂടെയാണ് ഈ മുറിവുണ്ടായത്. ആ മുറിവിനെ കുറിച്ച് പോലും ഇവൾക്ക് അറിയാലോ എന്നിവർ ചിന്തിക്കുകയാണ്. ഇപ്പോൾ നായകന്റെ അച്ഛന് ഒരു അനുജനുണ്ടല്ലോ, അയാൾ ഒരു കമ്പനിയുടെ CEO ആണ്. ഈ ഇളയമ്മ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഫോൺ വഴി അദ്ദേഹത്തോട് പറയുന്നു. എനിക്കറിയാവുന്നിടത്തോളം ഇപ്പോൾ വീട്ടിൽ പുതുതായി വന്നിരിക്കുന്ന ഈ മോണിക്കയുടെ പെരുമാറ്റങ്ങളൊക്കെ കണ്ടാൽ 20 വർഷം മുമ്പ് നിങ്ങളുടെ സുഹൃത്തായ അമിതാഭ് എന്നൊരാൾ അദ്ദേഹത്തിന്റെ കുടുംബവുമായി നമ്മുടെ ബംഗ്ലാവിൽ വന്നില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളോട് ഇടപഴകിയത് പോലെയാണ് ഇവളുടെയും പെരുമാറ്റം എന്നവർ പറയുന്നു. ആ അമിതാഭ് ആരാണ്, ആ കൊച്ചു പെൺകുട്ടി ആരാണ് എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇപ്പോൾ ഇത് കേട്ട് ആ CEO വളരെയധികം ഭയപ്പെടുന്നു. അപ്പോഴാണ് അവർ ആ വീട്ടിലേക്ക് ഒരു ലേഡി സന്യാസിനിയെ വരുത്തുന്നത്. ഇവരെ വീട്ടുകാർ ഗുരുമ എന്നാണ് വിളിക്കുന്നത്. പല വർഷങ്ങളായി ഈ ഗുരുമയുടെ വാക്ക് കേട്ടിട്ടാണ് അവർ ബിസിനസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങാറുള്ളത്. ഞാൻ വന്നില്ലേ, ഇനി മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന് ആ ഗുരുമ പറയാണ്. അപ്പോൾ വേലക്കാരൻ ആ ഗുരുമയുടെ കാലിൽ വീണിട്ട് അമ്മേ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമേ, എനിക്ക് ഭയങ്കര പേടിയാവാണമ്മേ എന്നൊക്കെ പറഞ്ഞ് കരയാണ്. ഇവിടെ നായകന്റെ ഇളയമ്മയുടെ ഭർത്താവും വീട്ടിലേക്ക് വരികയാണ്. നിങ്ങളും നിങ്ങളുടെ ജ്യേഷ്ഠനും ചേർന്ന് 20 വർഷം മുമ്പ് നിങ്ങളുടെ സുഹൃത്ത് അമിതാഭും കുടുംബവുമായി ഇവിടെ വന്നപ്പോൾ ചുവന്നുടുപ്പിട്ട ആ കൊച്ചു പെൺകുട്ടിയെ നിങ്ങൾ എന്ത് ചെയ്തു, എന്നിൽ നിന്നും നിങ്ങൾ എന്താണ് മറയ്ക്കുന്നത് എന്നവർ അദ്ദേഹത്തോട് തുരുതുര ചോദിക്കുന്നു. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഭർത്താവ് പറയുന്നു. അപ്പോഴാണ് വീട്ടിലെ വേലക്കാരൻ അവിടേക്ക് വരുന്നത്. അയാളെ നിർത്തിയിട്ട് നിങ്ങൾ ആ കൊച്ചു പെൺകുട്ടി എന്ത് ചെയ്തു, നിങ്ങളുടെ ഫ്രണ്ടിന്റെ മകളല്ലേ, അവൾക്ക് എന്ത് സംഭവിച്ചു എന്നവർ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ വേലക്കാരൻ ഞങ്ങളൊരു വലിയ പാപം ചെയ്തു പോയമ്മേ, ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നു. 20 വർഷം മുമ്പ് ഈ വീട്ടിൽ വന്ന അമിതാഭിന്റെ മകളായ ആ കൊച്ചു പെൺകുട്ടി മരിച്ചു പോയമ്മേ എന്ന് അയാൾ പറയുന്നു. എടാ, അവൾ എങ്ങനെ മരിച്ചു, നീ അവൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ വേലക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തില്ല അമ്മേ, പക്ഷെ ആരാണ് ചെയ്തതെന്ന് ഞാൻ പറയില്ല. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ മുതലാളിയോട് ഞാൻ വിശ്വാസവഞ്ചന കാണിച്ചതുപോലെ ആവും. ഇങ്ങനെ പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുന്നു. ഇവിടെ ഗുരുമ നായകന്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കുകയും വീട്ടിൽ വന്ന് ആ മോണിക്കയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നായകൻ സത്യം തുറന്നു പറയാണ്. ഞങ്ങൾ രണ്ടുപേരും കൊൽക്കത്തയിൽ ലിവിങ് ടുഗദറിലായിരുന്നു. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗുരുമ മനസ്സ് വെച്ച് എങ്ങനെയെങ്കിലും അവളിലുള്ള ആ നെഗറ്റീവ് എനർജി മാറ്റി അച്ഛനമ്മമാരുടെ സമ്മതത്തോടെ ഈ വിവാഹം നടത്തി തരണം.
എന്നാൽ നായകന്റെ അച്ഛനും അമ്മയ്ക്കും പ്രേതം കയറിയതുപോലുള്ള നായികയെ തീരെ പിടിച്ചിരുന്നില്ല. എങ്കിലും ഗുരുമ പറയുന്നുണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല, രണ്ടുപേരും പ്രണയത്തിലായിപ്പോയി, അവരെ ഒന്നിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് എന്നവർ ചോദിക്കുമ്പോൾ ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് കണ്ടുമുട്ടിയത് എന്നൊക്കെ നായകൻ പറയുന്നു. ശരി, നിങ്ങളുടെ ബന്ധം സ്ട്രോങ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കല്യാണം കഴിക്കാം എന്ന് ഗുരുമ അവിടെ പറഞ്ഞതിന് ശേഷം ഗുരുമ പറയുന്നത് തന്നെയാണല്ലോ വീട്ടുകാർ കേൾക്കുക. അതുകൊണ്ട് നായകന് വലിയ സന്തോഷമാവുന്നുണ്ട്. അവൻ നായികയുടെ അടുത്ത് ചെന്നിട്ട് വീട്ടിൽ വന്ന ഗുരുമ തന്നെ നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ട്, ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വളരെ സന്തോഷത്തോടെ പറയുന്നു. ഇപ്പോൾ നായകന്റെ ഇളയമയെ കാണിക്കുന്നു. അവരും ഭർത്താവിന്റെ അടുത്ത് വന്ന് നമ്മുടെ വേലക്കാരൻ പറയുന്നതൊക്കെ എന്താണ്, ആ അമിതാഭ് ആരാണ്, ആ കൊച്ചു പെൺകുട്ടിക്ക് എന്ത് പറ്റി, നിങ്ങൾ എന്താണ് മറച്ചു വെക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അവൻ പറയുന്നതൊക്കെ എനിക്കും ഒരു കടങ്കഥ പോലെയാണുള്ളത്. നിന്നോടൊരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. അമിതാഭ് എന്നവൻ എനിക്കും എൻ്റെ ജ്യേഷ്ഠനും നല്ലൊരു സുഹൃത്തായിരുന്നു. നീയും കല്യാണം കഴിഞ്ഞ സമയത്ത് അവനെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അവനും അവൻ്റെ കുടുംബവുമായി നമ്മുടെ നാട്ടിൽ വന്നു. നമ്മുടെ വീട്ടിൽ കുറച്ച് നാൾ താമസിച്ചു. കൂടെ അവൻ്റെ മകളെയും ഭാര്യയും കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഇരിക്കെ ആ അമിതാഭിൻ്റെ മകളെ പെട്ടെന്ന് കാണാതായി. അതിനുശേഷം ആ അമിതാഭും ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടെ ആ കുട്ടിയെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. പോലീസിൽ വരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതൊരു തെളിയിക്കപ്പെടാത്ത കേസായി തന്നെ കിടക്കുകയാണ്. വേലക്കാരൻ പറയുന്നതൊക്കെ കേട്ടാൽ എനിക്കെന്തോ നുണ പറയുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം ആ കുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയി കാണാതായി. എന്നാൽ ആ കുട്ടിയുടെ സ്വഭാവം എല്ലാം ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുന്ന മോണിക്കൊക്കെ ഉള്ളത് കാണുമ്പോൾ, അതും 20 വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ എനിക്കതൊരു വലിയ ദുരൂഹതയായി തോന്നുന്നുണ്ട് എന്ന് അദ്ദേഹം അവിടെ പറയാണ്. കട്ട് ചെയ്താൽ പ്രസന്റിൽ നമ്മുടെ നായിക പെട്ടെന്ന് വീടിന്റെ ടെറസിലുള്ള മതിലിന് മുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലുള്ള എല്ലാവരും ഇത് കണ്ട് ഞെട്ടാണ്. അവിടേക്ക് ഗുരുമായും വരുന്നു. മോണിക താഴെ ഇറങ്ങ് എന്ന് ആര് വിളിച്ചിട്ടും അവള് കേൾക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഗുരുമ വന്നിട്ട് അപർണ താഴേക്ക് ഇറങ്ങി വാ എന്ന് വിളിക്കുകയാണ്. ആ അപർണ ആരാണെന്ന് അറിയാമോ? ആ കൊച്ചു പെൺകുട്ടിയുടെ പേരാണത്. അവൾ അപ്പോൾ താഴെ ഇറങ്ങി വരികയാണ്. കഴിഞ്ഞ ജന്മത്തിൽ അപർണയായിട്ടിരുന്നവളാണ് ഈ ജന്മത്തിൽ മോണിക്കയായി വന്ന് കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മകൾ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ ഗുരുമ ആ വിവരം കുടുംബാംഗങ്ങളോട് പറയാണ്. നായകന്റെ അച്ഛനെയും അമ്മയും ഒരു പ്രത്യേക മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഗുരുമ അവിടെ വെച്ചിട്ടാണ് ഈ ട്വിസ്റ്റുകളൊക്കെ പുറത്തുവിടുന്നത്. ഇനിയും എത്ര നാൾ ഞാൻ ഈ പാപം ചുമക്കുമെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം നമ്മളിട്ട പ്ലാൻ തന്നെയല്ലേ ഗുരുമ എന്ന് നായകന്റെ അച്ഛൻ ചോദിക്കുകയാണ്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് വഴിയെന്നും അദ്ദേഹം ചോദിക്കുന്നു. അപ്പോഴാണ് സത്യത്തിൽ അവിടെ എന്താണ് നടന്നതെന്ന് കാണിക്കുന്നത്. 20 വർഷം മുമ്പ് നായകന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ അനിയനും ബംഗ്ലാവിലായിരുന്നപ്പോൾ അമിതാഭ് എന്ന അതിഥി സ്വന്തം ഭാര്യയെയും ചുവന്നുടുപ്പിട്ട അപർണ എന്ന കൊച്ചു പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ടുവന്നു. അവരും ഈ കുടുംബവുമായി ഇടപഴകി വളരെ രസകരമായ സമയം ചെലവഴിച്ചു. അപർണ എന്ന കൊച്ചു പെൺകുട്ടിക്ക് ആ കുടുംബം കുലദൈവമായി കരുതുന്ന ഒരു വിഗ്രഹം കണ്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആ വിഗ്രഹം തൊടാനായി അവൾ വരികയാണ്. എന്നാൽ കുടുംബത്തിലുള്ള നായകന്റെ അച്ഛൻ അപർണ ഈ വിഗ്രഹമൊന്നും തൊടാൻ പാടില്ല, ഇത് സ്വാമിയുടെ വിഗ്രഹമാണ്, ഞങ്ങളുടെ കുടുംബത്തിന്റെ ജീവൻ തന്നെ ഈ വിഗ്രഹത്തിലാണ്, ഞങ്ങൾ ഇത് അത്രയും സൂക്ഷിച്ചിട്ടാണ് വെക്കുന്നത് എന്ന് പറഞ്ഞ് അവളെ അത് തൊടാൻ അനുവദിച്ചിരുന്നില്ല. ഒരു ദിവസം നായകന്റെ അച്ഛനും അനിയനും പിന്നെ അമിതാഭും അവരുടെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് മദ്യപിക്കുകയായിരുന്നു. ആ സമയത്ത് നായകന്റെ അച്ഛൻ വീടിനകത്തേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്നും വലിയൊരു ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് അകത്തു പോയി നോക്കിയപ്പോൾ ആ കൊച്ചു പെൺകുട്ടി അപർണ കളിക്കുന്നതിനിടയിൽ അറിയാതെ ആ വിഗ്രഹത്തിന്റെ അടുത്ത് തട്ടി അത് താഴെ വീണ് പൊട്ടിച്ചിരുന്നു. അത് കണ്ട നായകന്റെ അച്ഛന് ഭയങ്കര ദേഷ്യം വന്നു. അദ്ദേഹം മദ്യപിച്ചുകൊണ്ടിരുന്നതിനാൽ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെ നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് ആ കൊച്ചു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു. അതിൽ പേടിച്ച് ആ കൊച്ചു പെൺകുട്ടി പുറത്തേക്ക് ഓടുമ്പോൾ വേലക്കാരൻ വരുന്നു. പോയി ആ കൊച്ചു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുവരാൻ നായകന്റെ അച്ഛൻ വേലക്കാരനോട് പറയുന്നു. വേലക്കാരൻ ആ കൊച്ചു പെൺകുട്ടിയെ വലിച്ചഴിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ ആ കൊച്ചു പെൺകുട്ടിയെ നായകന്റെ അച്ഛൻ അവിടെ വെച്ച് ഭയങ്കരമായി ഭീഷണിപ്പെടുത്തി അന്യായമായി ഞങ്ങളുടെ കുലദൈവത്തിന്റെ വിഗ്രഹത്തെ നീ ഉടച്ചു കളഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ മുഖത്തും കഴുത്തിലും ഒക്കെ പിടിച്ചു ഞെരിക്കുന്നു. അതോടെ ആ കുട്ടി അവിടെ തന്നെ ബോധം കെട്ട് വീഴുന്നു. മദ്യലഹരിയിൽ അദ്ദേഹം വീണ്ടും മോശമായി പെരുമാറുന്നു. കട്ട് ചെയ്താൽ അവസാനം ആ കൊച്ചു പെൺകുട്ടി അപർണ അവിടെ വെച്ച് തന്നെ മരിച്ചു പോകുന്നു. ഇത് കണ്ട് വേലക്കാരനും തകർന്നു പോവാണ്. മുതലാളി, അന്യായമായി നിങ്ങൾ ആ പെൺകുട്ടിയെ കൊന്നു കളഞ്ഞല്ലോ എന്നയാൾ പറയുമ്പോഴാണ് നായകന്റെ അച്ഛന് സമനില കിട്ടുന്നത്. അദ്ദേഹവും പരിഭ്രാന്തനാവുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നോർത്ത് താൻ ചെയ്ത പാപത്തിന് ഈ സത്യം ആ പെൺകുട്ടിയുടെ അച്ഛനായ അമിതാഭിനോട് പറഞ്ഞ് പോലീസിൽ കീഴടങ്ങാമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. എന്നാൽ നായകന്റെ അമ്മയുണ്ടല്ലോ, ഭർത്താവ് ഇങ്ങനെ കീഴടങ്ങിയാൽ നമ്മുടെ കുടുംബത്തിന്റെ മാനം മുഴുവൻ പോകും, നിങ്ങൾ ഇനി ഒന്നും ചെയ്യാൻ പാടില്ല, ഈ സംഭവം നമുക്ക് ഇതുപോലെ തന്നെ മറച്ചു വെക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ തടഞ്ഞു നിർത്തി ഈ ഗുരുമയുടെ അടുത്ത് എന്ന് ഐഡിയ ചോദിച്ചിരുന്നു. അവിടെ ഗുരുമ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് ആ മൃതദേഹം ഈ കുടുംബം ഒത്തുചേർന്ന് മറവ് ചെയ്തു. അതെന്ത് ഐഡിയ ആണെന്നും എവിടെയാണ് മറവ് ചെയ്തതെന്നും ഞാൻ പിന്നാലെ പറയാം. ഇപ്പോൾ പ്രസന്റിൽ ഈ ഗുരുമ കുടുംബാംഗങ്ങളോട് അങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ മരിച്ചുപോയ ആ കൊച്ചു പെൺകുട്ടി അപർണ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു ജന്മം എടുത്ത് ഈ മോണിക്കയുടെ രൂപത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഉടനെ തന്നെ അപർണയുടെ കഥ കഴിച്ചതുപോലെ മോണിക്കയുടെയും കഥ കഴിച്ചേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനാണ് ആപത്ത് എന്ന് നായകന്റെ അച്ഛനോടും അമ്മയോടും പറയുന്നു. അങ്ങനെ ഇവർ കമ്പനിയുടെ ഉദ്ഘാടനം നാളത്തേക്ക് തീരുമാനിച്ചിട്ടുണ്ട്. ആ ഫംഗ്ഷന് ഇവർ ഗംഭീരമായി ഒരുങ്ങുന്നു. അതേ സമയത്താണ് നായിക പതിവ് പോലെ ഫോട്ടോ എടുക്കുന്നതിനായി ആ പഴയ അമ്പലത്തിലേക്ക് പോകുന്നത്. അവൾ പോകുന്ന കാര്യം എങ്ങനെയോ അറിഞ്ഞ നായകന്റെ അച്ഛൻ വീട്ടിലെ വേലക്കാരനെ ഫോൺ ചെയ്ത് അവളുടെ കഥ ആ അമ്പലത്തിൽ വെച്ച് തന്നെ തീർക്കാൻ പറയാണ്.
വേലക്കാരൻ ആ അമ്പലത്തിൽ പോയി നായികയെ അടിച്ചിട്ടിട്ട് നായകന്റെ അച്ഛനെ വിളിച്ച് ഞാൻ അവളുടെ കഥ കഴിച്ചു, നിങ്ങൾ വേഗം അമ്പലത്തിലേക്ക് വാ എന്ന് പറയാണ്. അത് കേട്ട് നായകന്റെ അച്ഛൻ അമ്പലത്തിലേക്ക് പുറപ്പെടുന്നു. ഇവിടെ നായകൻ മോണിക്കയെ ഫോൺ വിളിച്ച് നോക്കുന്നുണ്ട്. അവൾ ഫോൺ എടുക്കുന്നില്ല. നോട്ട് റീച്ചബിൾ എന്നാണ് വരുന്നത്. അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞവൾ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ എന്നോർത്ത് അവനും ആ ഫംഗ്ഷൻ വിട്ട് അമ്പലത്തിലേക്ക് പുറപ്പെടുന്നു. ഈ കാര്യം ശ്രദ്ധിച്ച നായകന്റെ സഹോദരിമാർ അവരുടെ അച്ഛനമ്മമാരോട്, അതായത് നായകന്റെ ഇളയമ്മയോടും അവരുടെ ഭർത്താവിനോടും പറയാണ്. ഇവനിപ്പോ എന്തിനാ അമ്പലത്തിലേക്ക് പോയതെന്നോർത്ത് അവരും ഇപ്പോൾ അമ്പലത്തിലേക്ക് പുറപ്പെടുന്നു. നായകന്റെ അച്ഛൻ ആ അമ്പലത്തിലേക്ക് കയറി വന്നിട്ട്, എടാ അവളുടെ കഥ കഴിച്ചോ എന്ന് വേലക്കാരനോട് ചോദിക്കുന്നു. എന്നാൽ അവിടേക്ക് നമ്മുടെ നായിക നടന്നു വരുന്നു, ഒരു പ്രേതം പിടിച്ചതുപോലെ. എന്റെ കഥ തീർക്കാൻ പറഞ്ഞോ, ഈ അപർണയുടെ കഥ തീർക്കാൻ പറഞ്ഞോ, ഞാനാണടാ അപർണ എന്ന് പറഞ്ഞ നായകന്റെ അച്ഛന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരമെല്ലാം വിറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നിന്റെ വായ കൊണ്ട് തുറന്നു പറ, സത്യത്തിൽ ആ അപർണയെ നീ എന്ത് ചെയ്തു എന്നവൾ ചോദിക്കുകയാണ്. അപർണ എന്നോട് ക്ഷമിക്കുമോളെ, അന്ന് ലഹരിയിൽ അറിയാതെയാണ് ഞാൻ നിന്നെ കൊന്നു കളഞ്ഞത്. ഞാൻ ചെയ്ത പാപത്തിന് അപ്പോൾ തന്നെ ജയിലിൽ പോവാന്ന് ഭാര്യയോട് പറഞ്ഞതാണ്. പക്ഷെ അവൾ അത് കേൾക്കാതെ എന്നെ ജയിലിൽ പോകാൻ അനുവദിക്കാതെ നേരെ ഗുരുമായ ഫോൺ വിളിച്ച് ഈ സംഭവം പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ഐഡിയ ചോദിച്ചു. അങ്ങനെ ഗുരുമ പറഞ്ഞ ഐഡിയ പ്രകാരമാണ് ഞാൻ സ്വന്തം കൈകൊണ്ട് കൊന്ന ആ അപർണയുടെ മൃതദേഹം വേലക്കാരന്റെ കയ്യിൽ കൊടുത്ത് അത് നമ്മുടെ നാട്ടിലുള്ള ഈ പഴയ അമ്പലത്തിൽ ഈ സ്ഥലത്ത് കുഴിച്ചിടാൻ പറഞ്ഞത്. ഇതാണ് ഓപ്പണിംഗ് സീനിൽ കാണിച്ചിരുന്നത്. അതെ, ഈ വേലക്കാരൻ തന്നെയാണ് ആ മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ അപർണ വീണ്ടും നായികയുടെ രൂപത്തിൽ വരുന്നതൊക്കെ കണ്ട് അയാൾക്ക് അത്രത്തോളം ഭയം വന്നത്. നാട്ടുകാർ ഈ അമ്പലത്തിൽ സ്ഥിരമായി വന്ന് ഈ നാട്ടിൽ തന്നെയാണ് മൃതദേഹം ഉള്ളതെന്ന് കണ്ടുപിടിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഈ അമ്പലത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർത്ത് പൂജാരിക്ക് കാശ് കൊടുത്ത് ഈ അമ്പലം സ്ഥിരമായി അടച്ചിട്ടത്. എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ അയാൾ പൊട്ടിക്കരയുന്നു. ഇപ്പോൾ നമ്മുടെ നായിക സമനില കൈവരിക്കുന്നു. നായകന്റെ അച്ഛൻ പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്തു വെച്ചതുകൊണ്ട് അവിടെ പോലീസുകാർ വന്നു നിൽക്കുന്നുണ്ട്. സർ, ഞാൻ വന്ന ജോലി കഴിഞ്ഞു. അയാളുടെ വായ കൊണ്ട് തന്നെ തെറ്റ് സമ്മതിച്ചു. ദയവ് ചെയ്ത് അറസ്റ്റ് ചെയ്യണം എന്നവൾ പറയുന്നു. ഇത് കാണുന്ന നായകന്റെ അച്ഛനും വലിയ ഞെട്ടലാവുന്നു. ഇപ്പോൾ നായകന്റെ അച്ഛന്റെ കുടുംബം, അതായത് നായകൻ, അനിയൻ എന്നിവരുൾപ്പെടെ എല്ലാവരും അവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ഈ പോലീസുകാർ ഇവർക്കൊരു ട്വിസ്റ്റ് കൊടുക്കുന്നത്. സത്യത്തിൽ ഇത് പോലീസും നായികയും ചേർന്ന് ചെയ്തൊരു പ്ലാൻ ആയിരുന്നു. ഈ പോലീസുകാർ വളരെ കാലമായി ഈ അമ്പലം എന്തിനാണ് പൂട്ടി വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണമെന്ന തീരുമാനത്തിൽ ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ഈ അമ്പലത്തിൽ വരുമ്പോൾ വേലക്കാരൻ ഒരു കവർ ഉപയോഗിച്ച് നായികയെ കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ടിരുന്നു. അവിടെ നായികയെ രക്ഷിച്ച് ഈ വേലക്കാരനെ പിടിച്ച് എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവൻ ഈ സത്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ സത്യം നായകന്റെ അച്ഛന്റെ വായ കൊണ്ട് തന്നെ പറയിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വേലക്കാരനെ ഭീഷണിപ്പെടുത്തി അച്ഛനെ ഫോൺ ചെയ്യാൻ പ്രേരിപ്പിച്ച് അയാളെ ഇവിടെ വരുത്തി നായികയെ കൊണ്ട് അഭിനയിപ്പിച്ച് അയാൾ ചെയ്ത കാര്യങ്ങളെല്ലാം അവിടെ വെളിപ്പെടുത്തിയത്. ഇതാണ് ട്വിസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇതിന് മുകളിൽ വേറൊരു ട്വിസ്റ്റും കൂടി ഉണ്ട്. നായിക എന്തിനാണ് ആവശ്യമില്ലാതെ ഈ കാര്യം ചെയ്തതെന്ന് ചോദിച്ചാൽ നായികയുടെ ശരീരത്തിൽ അപർണ പ്രേതമായി വന്നതാണോ അതോ കഴിഞ്ഞ ജന്മം ഓർമ്മ വന്നതാണോ എന്നൊക്കെയുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവാം. അത് രണ്ടും അല്ല. വാസ്തവത്തിൽ നമ്മുടെ നായിക ആരാണെന്നറിയാമോ? ആ അമിതാഭിന്റെ മകളാണ്. അതായത് മരിച്ചുപോയ ആ കൊച്ചു പെൺകുട്ടി അപർണയുടെ അനിയത്തി. എടാ, എന്റെ ചേച്ചി അപർണയെ ഈ സ്ഥലത്ത് വെച്ചാണ് നിന്റെ അച്ഛൻ കൊന്നു കുഴിച്ചിട്ടത്. ആ നീതി, ആ സംഭവം പുറത്തു കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നാടകം ഞാൻ കളിച്ചത് എന്ന് പറഞ്ഞ് നായിക അവിടെ മറ്റൊരു ട്വിസ്റ്റ് കൂടി പറയുന്നു. വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇനി ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അമിതാഭ് ഉണ്ടല്ലോ, പണക്കാരനായ തന്റെ സുഹൃത്തുക്കൾ അവരുടെ ബംഗ്ലാവിൽ വന്ന് താമസിച്ചിട്ട് പോകാൻ പറഞ്ഞതനുസരിച്ച് ഭാര്യയും 2 പെൺമക്കളും, അതിൽ ഒരാളാണ് മരിച്ചു പോയ അപർണ, മറ്റൊരാളാണ് ഇപ്പോൾ പ്രസന്റിൽ നായിക മോണിക്ക എന്നിവരോടൊപ്പം പുറപ്പെട്ടിരുന്നു. എന്നാൽ മോണിക്കയ്ക്ക് പരീക്ഷകൾ ഉള്ളതുകൊണ്ട് അവളെ അവരുടെ വീട്ടിൽ, അതായത് ചിറ്റപ്പന്റെ വീട്ടിൽ നിർത്തിയിട്ട് ഇവർ 3 പേരും മാത്രം നായകന്റെ അച്ഛനമ്മമാരുടെ വീടായ ഈ ബംഗ്ലാവിലേക്ക് വന്നു. അപ്പോഴാണ് ഈ സംഭവം നടന്നത്. എന്നാൽ ആ കൊച്ചു പെൺകുട്ടിയായ അപർണയെ കൊലപ്പെടുത്തിയ ശേഷം നായകന്റെ അച്ഛനും അമ്മയും കുട്ടിയെ കാണാതായി എന്ന് അഭിനയിച്ച് അവളുടെ അച്ഛനമ്മമാരായ അമിതാഭിനെയും ഭാര്യയും കബളിപ്പിച്ചു. അതിനുശേഷം ഇവർ അന്വേഷിക്കുന്നത് പോലെയൊക്കെ അഭിനയിച്ചു. എത്രയൊക്കെ അന്വേഷിച്ചിട്ടും മകളെ കിട്ടിയില്ലല്ലോ എന്നോർത്ത് അമിതാഭും ഭാര്യയും മാനസികമായി വല്ലാതെ തളർന്നുപോയിരുന്നു. ഒരു ഘട്ടത്തിൽ അമിതാഭിന്റെ ഭാര്യ ഒരു മുറിയിൽ തന്നെ അടച്ചിരുന്ന് എൻ്റെ അപർണയെ കാണുന്നില്ലല്ലോ എന്ന മാനസിക നില തെറ്റിയതുപോലെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതെല്ലാം അടുത്തു തന്നെ ഇരുന്ന് നമ്മുടെ നായിക മോണിക്കയും കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മാനസിക നില തെറ്റിയ അവസ്ഥയിലും അമ്മ അവർ താമസിച്ചിരുന്ന ബംഗ്ലാവിനെ കുറിച്ച്, അവിടെ മാനിന്റെ കൊമ്പുണ്ടായിരുന്നു, ടേബിൾ ഉണ്ടായിരുന്നു, ബാൽക്കണി ഉണ്ടായിരുന്നു, ആ ബംഗ്ലാവിൽ എൻ്റെ ആദ്യത്തെ മോൾ തുള്ളിച്ചാടി കളിക്കുമായിരുന്നു. ഇപ്പോൾ നിന്റെ ചേച്ചി അപർണയെ കാണാനില്ല മോണിക്ക, അപർണയെ അന്വേഷിക്കുക എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതെല്ലാം മോണിക്കയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മോണിക്ക ഈ വീട്ടിൽ വന്ന ഉടനെ ഇവിടെ മാനിന്റെ കൊമ്പുണ്ട്, ടേബിൾ ഉണ്ട്, ഡ്രോയിങ് റൂം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അപർണയെ പോലെ തന്നെ അഭിനയിക്കാൻ ഇതൊക്കെ അവളെ സഹായിച്ചു. ചുരുക്കത്തിൽ അവൾ അഭിനയിക്കുക തന്നെയായിരുന്നു. അതായത് തന്റെ ചേച്ചിയെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാനാണ് അവൾ ഇങ്ങനെ അഭിനയിച്ചത്. ഇതിൽ മറ്റൊരു ക്രൂരത കൂടെ നായികയുടെ അമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ആദ്യത്തെ മകളുടെ ഓർമ്മയിൽ തന്നെ അമ്മ ഒരു ഘട്ടത്തിൽ മരിച്ചു പോവുകയും അച്ഛൻ കുടിച്ചു മരിക്കുകയും ചെയ്യുന്നു. നായിക അമ്മാവന്റെയും അമ്മായിയുടെയും കൂടെയാണ് വളർന്നിരുന്നത്. എങ്ങനെയെങ്കിലും ഈ ദുരൂഹത പുറത്തു കൊണ്ടുവരണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ ആ ബംഗ്ലാവ് കുടുംബത്തിലെ അവകാശിയായ നമ്മുടെ നായകനെ പരിചയപ്പെടുന്നത്. അവനെ പ്രണയിക്കുന്ന പോലെ അഭിനയിച്ച് 3 വർഷത്തോളം റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ബംഗ്ലാവിൽ അവരെല്ലാവരും ഒന്നിച്ചു ചേരുന്ന സമയം നോക്കി
അവിടെ പോയി അവിടുത്തെ രഹസ്യം കണ്ടെത്തണം എന്നവൾ കരുതിയിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ ഒന്നിച്ചു ചേരുന്ന സമയവും വന്നു. എന്തൊക്കെയോ ഓർമ്മ വരുന്നത് പോലെ കാണിച്ചില്ലേ, അതൊക്കെ അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. വരാൻ പോകുന്ന മരുമകളെ പോലെ കയറിക്കൂടി ആ വീട്ടിലുള്ള രഹസ്യങ്ങളെ പതുക്കെ പതുക്കെ ഉണർത്തിക്കൊണ്ടുവന്ന് താൻ മരിച്ചുപോയ ചേച്ചി അപർണയെ പോലെ അഭിനയിച്ച് വീട്ടുകാരുടെ പ്രതികരണങ്ങളെല്ലാം മനസ്സിലാക്കി അവസാനമാണ് നായകന്റെ അച്ഛൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്നും അതിന് കൂട്ടുനിന്നത് നായകന്റെ അമ്മയാണെന്നും പ്രധാനമായിട്ടും ഗുരുമായുടെ ഐഡിയ പ്രകാരമാണ് ഇതെല്ലാം ചെയ്തതെന്നും കണ്ടെത്തി ഇപ്പോൾ ഈ 3 പേരെയും കൈയോടെ പോലീസിനെ ഏൽപ്പിക്കുന്നത്. എങ്കിലും ഈ പെൺകുട്ടി നുണ പറയുകയാണെന്നും അതൊന്നും സമ്മതിച്ചു തരാൻ കഴിയില്ലെന്നും നായകന്റെ അമ്മ പറയുന്നുണ്ട്. എന്നാൽ അപ്പോൾ നായകന്റെ അച്ഛൻ, ഞാൻ അപ്പോഴേ കുറ്റം സമ്മതിച്ച് ജയിലിൽ പോകാമെന്ന് പറഞ്ഞതാണ്. നിന്റെ വാക്ക് കേട്ടിട്ടാണ് ഈ പാപം മറച്ചു വെച്ച് ഇത്രയും നാൾ ഞാൻ അഭിനയിച്ചത്. ഇതിനു മുകളിലും എനിക്ക് അഭിനയിക്കാൻ കഴിയില്ല. ഞങ്ങൾ തെറ്റ് തന്നെയാണ് ചെയ്തത്, അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും ഭാര്യയും ജയിലിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ ചതിക്കപ്പെട്ടത് നമ്മുടെ നായകനാണല്ലോ. പ്രണയം എന്ന പേരിൽ എന്നെ ചതിച്ചു കളഞ്ഞല്ലോ എന്നോർത്ത് അവൻ വല്ലാതെ തകർന്നു പോകുന്നു. ഇപ്പോൾ നായികയ്ക്ക് വലിയൊരു ആശ്വാസം വരുന്നു, തന്റെ കുടുംബത്തെ ഇങ്ങനെയൊക്കെ നശിപ്പിച്ചവരോട് പ്രതികാരം ചെയ്തല്ലോ എന്നോർത്ത്. എങ്കിലും അവളും നായകനെ 3 വർഷമായി പ്രണയിക്കുന്നതായി അഭിനയിക്കുക മാത്രമായിരുന്നില്ല, സത്യത്തിൽ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഒരു 6 മാസം കഴിഞ്ഞിട്ട് നായകനെ പോയി കണ്ടിട്ട്, ഞാൻ നിന്നെ സത്യത്തിൽ തന്നെയായിരുന്നു സ്നേഹിച്ചത് എന്ന് പറഞ്ഞ പ്രണയം വെളിപ്പെടുത്തുന്നു. എൻ്റെ അച്ഛനും അമ്മയും തെറ്റ് ചെയ്തതുകൊണ്ടാണ് അവർ ജയിലിൽ പോയത്. ഇതിൽ നിനക്ക് യാതൊരു തെറ്റുമില്ല, അതുകൊണ്ട് ഞാനും നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നായകൻ നായികയെ തന്നെ കല്യാണം കഴിക്കുന്നതായി കാണിച്ച് ഈ സീരീസിന്റെ കഥ അവസാനിപ്പിക്കുന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു കഥ? ഇഷ്ടപ്പെട്ടോ? ഈ സീരീസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുത്ത് തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.